1729 മുതൽ 58 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. നിണവും ഇരുമ്പും എന്ന നയത്തോടെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്ന നിലയിൽ തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നും മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരമാണ്. മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ ദളവയായിരുന്നു രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആരംഭിച്ച സ്ഥിര സൈന്യമാണ് മറവപ്പട. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല നിർവഹിച്ചിരുന്ന സൈനിക വിഭാഗമാണ് നായർ ബ്രിഗേഡ്. ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ അധഃപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നത് 1741-ലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് ക്യാപ്റ്റൻ ഡിലനോയാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഡിലനോയാണ്. ഡിലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ടയിലാണ് തിരുവിതാംകൂറിൻ്റെ ആയുധപുരയും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്ന സ്ഥലം. മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്ന പ്രസിദ്ധ കലാകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണപുരം കൊട്ടാരം പണിതത് മാർത്താണ്ഡവർമ്മയാണ്. പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം കഥയെ ഉദാഹരിക്കുന്ന ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രമുള്ള കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. പത്മനാഭപുരത്തെ പ്രസിദ്ധമായ നവരാത്രി മണ്ഡപം പൊളിച്ചു പണിത തിരുവിതാംകൂർ ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി മുറജപം എന്ന യാഗത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണെന്നും ഓർത്തിരിക്കുക. കള്ളക്കടത്ത് തടയുന്നതിനായി ചൗക്കുകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഗ്രാമഭരണത്തിനായുള്ള വില്ലേജ് ഓഫീസുകൾ പകുതികൾ എന്നറിയപ്പെടുന്നു. അവിടെ ഭരണം നിർവഹിച്ചിരുന്ന ഓഫീസറുകളെ പാർവതിക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. നിരവധി ഗ്രാമങ്ങളുടെ ഭരണം ഏകീകരിക്കുന്ന താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെടുന്നു. മണ്ഡപത്തും വാതുക്കലിൻ്റെ ഓഫീസർ കാര്യക്കാർ എന്നും അറിയപ്പെടുന്നു. ഭൂപരിഷ്കരണ, നികുതി ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മല്ലൻ ശങ്കരൻ. എട്ടുവീട്ടു പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിൻകരയിലാണ്. മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് 1742 മാന്നാർ സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള സന്ധിയാണ് 1753 മാവേലിക്കര സന്ധി. ഒരു കാര്യം കൂടെ, മാർത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധമായ തൃപ്പടിദാനം നടന്നത് 1750-ലാണ്. ഫ്ലാഷ് കാർഡ് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.